ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി എന്നത്തെയും പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും ഉൾപ്പെടുത്താറുണ്ട്. കാരണം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് ഇന്നത്തെ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബ് യാത്രയ്ക്ക് കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളോട് സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് ആൾക്കാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൂടെ നിൽക്കും, എല്ലാ കാര്യത്തിനും സ്നേഹം നടിച്ച് നിങ്ങളോടൊപ്പം എല്ലാത്തിനും അവരുണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ പെട്ടെന്ന് സൈലൻ്റ് ആവും. നിങ്ങൾ അവരോടൊരു അഭിപ്രായം അക്കാര്യത്തിൽ ചോദിക്കുകയോ അത് ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടും ആ സമയത്ത്, ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ എപ്പോഴാണോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്, ആ സമയത്ത് ഈ പറഞ്ഞ സ്നേഹം ആക്ട് ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ മൗനം പാലിക്കും. ഇത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്നേഹം ഉണ്ട് എന്ന് നമ്മൾ അഥവാ കരുതിയിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് നമ്മളോട് യാതൊരു വിധമായ സ്നേഹവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ഗ്രോത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാർ അതിൽ യാതൊരു വിധമായ ഇൻട്രസ്റ്റ് കാണിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ ഒരു നല്ല അഭിപ്രായം പറയാൻ പോലും അതിൽ സാധ്യതയില്ല. അത്തരത്തിലുള്ള ആൾക്കാരെന്ന്, സപ്പോസ് നമ്മളിപ്പോൾ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു 2 വീലറെങ്കിലും വാങ്ങുന്ന കാര്യം അവരോട് സംസാരിക്കുകയാണെങ്കിൽ പറയും, 2 വീലറിൽ ധാരാളം ആക്സിഡൻറ്റ്സ് ഉണ്ടാകാറുണ്ട്, ഇപ്പോഴൊരു 2 വീലർ സേഫ് അല്ല. ഞാനും 2 വീലർ സേഫ് അല്ല എന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഒരു പെട്ടെന്ന് പോകാനുള്ള ഒരു ആവശ്യത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ ചിലപ്പോൾ പോകണം, നമുക്കൊരു എമർജൻസി, അങ്ങനത്തെയൊക്കെ ആവശ്യങ്ങൾക്ക് 2 വീലർ പലപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ 2 വീലർ ആയാലും 4 വീലർ ആയാലും വളരെ ശ്രദ്ധയോടെ വളരെ കെയർഫുള്ളായി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ടൈമും അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ ഇവർ കേട്ടപാടെ വേണ്ട, നിങ്ങൾ എങ്ങനെയാണെങ്കിൽ അതിന് തന്നെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇത്തരത്തിലുള്ള അത് എന്ത് കാര്യത്തിലായാലും, അത് ഈവൻ ഒരു കല്യാണ ആലോചനയുടെ കാര്യമായാലും ശരി, വീട് വയ്ക്കുന്ന കാര്യമായാലും ശരി, 2 വീലർ എടുക്കുന്ന കാര്യമായാലും ശരി, 4 വീലർ എടുക്കുന്ന കാര്യമായാലും ശരി, ഇവർക്ക് അതിനെക്കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അവർ സ്വയം ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വാങ്ങുന്ന സമയം വരുമ്പോൾ ഒരു നല്ല ഫീഡ്ബാക്ക് തരാൻ പോലും അവർക്ക് മനസ്സില്ല. എന്നാൽ അവർക്ക് നമ്മളോട് വലിയ സ്നേഹമാണെന്ന് അവർ നമ്മളോട് ആക്ട് ചെയ്യും. പക്ഷേ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്നേഹം പോയിട്ട്, സ്നേഹം എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അവർക്കറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇത്തരക്കാർ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സ്നേഹമുണ്ടെന്ന് ആക്ട് ചെയ്ത് നമ്മൾ സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് അവരുമായി നീങ്ങേണ്ട ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇത്തരക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളോട് സ്നേഹമുള്ള ഒരു വ്യക്തി ഇപ്പം നമ്മൾ കരഞ്ഞു കാണാനും നമ്മൾ സന്തോഷമില്ലാതെ ജീവിക്കാനും ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് നമ്മളോട് ഒരല്പം പോലും സ്നേഹമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു സ്നേഹമുള്ള ആൾ ഒരിക്കലും നമ്മളെ കരയിക്കാൻ നോക്കില്ല, നമ്മളെ വേദനിപ്പിക്കാൻ നോക്കില്ല. നമ്മളെപ്പോഴും സന്തോഷമായിരിക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ഇരിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് പീപ്പിളാണോ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, എപ്പോഴും അവരിങ്ങനെ പറയും, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ
നീ എനിക്ക് ഈ ഹെൽപ്പ് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. ഇങ്ങനെ എപ്പോഴും നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു മുൾമുനയിൽ നിർത്തുന്ന ആൾക്കാരുണ്ടല്ലേ. അത് തികച്ചും അത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുക. അവർ നമ്മളെ തീരെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്ന ഒരാളും നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ്. ഇനി മരിച്ചു പോയാൽ തന്നെ അവരുടെ ഓർമ്മകൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അത് സ്വീറ്റ് മെമ്മറീസ് ആയിരിക്കുമെന്ന് മാത്രം. ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് അമ്മമാർക്കും അതുപോലെ എന്നെപ്പോലുള്ള അമ്മമാർക്കും അതുപോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹബന്ധത്തിലും മകനും മക്കളും അമ്മമാരും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മക്കളൊരു പരിധി വളർന്ന് ജോലി കിട്ടി അവർ ജോലിക്ക് ആവശ്യത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അവർ നമ്മൾ ചെറുതിലെ വളർത്തിയ കുഞ്ഞു മക്കളാണെന്ന് വിചാരിക്കുന്നതിലൊരു കാര്യമില്ല. അവരുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ടാവും. അവർ വീണ്ടും അമ്മയുടെ കയ്യിലുള്ള അവസാനത്തെ നാണയവും ഊറ്റിയെടുക്കാൻ മടിക്കാത്ത മക്കൾ വരെ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും അല്ല, അപൂർവ മക്കളൊക്കെ അമ്മയെ അച്ഛനെയും മരണം വരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇംഗ്ലീഷിൽ തന്നെ ഒരു സെയിങ് പറയുന്നത് ഇങ്ങനെയാണ്: ബാഡ് റിലേഷൻഷിപ്സ് ഹേർട്സ് ബട്ട് യു ആർ ട്രൈയിങ് ഓൾവേസ് ടു കീപ് ദാറ്റ് ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് യു ഹേർട്സ് യു മോർ. അതായത് ഒരു തെറ്റായ സ്നേഹബന്ധം നമ്മളെ വേദനിപ്പിക്കും. പക്ഷേ ആ തെറ്റായ സ്നേഹബന്ധമാണെന്ന് അറിഞ്ഞിട്ടും ആ സ്നേഹബന്ധം വീണ്ടും കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളിടുന്ന എഫേർട്സ് പിന്നീട് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞ സെയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വളരെ കെയർഫുള്ളായിരിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അവരുമായി ഫൈറ്റ് ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. അവരുമായി പെട്ടെന്ന് തന്നെ വഴക്കിട്ട് പിരിയണമെന്നും അല്ല ഈ പറയുന്നത്. നിങ്ങൾ കെയർഫുള്ളായിരിക്കുക. പിന്നെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും സൗമ്യമായി തന്നെ പരിഹരിക്കാനായി ശ്രമിക്കുക. നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകാതെ മുന്നോട്ട് നിങ്ങളുടെ കയ്യിലുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു മനസാന്നിധ്യം ഉണ്ടല്ലോ, അത് മറ്റുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷന്മാർക്കും കഴിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ട് തരത്തിലും ആവാം. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ട് മാത്രം ബന്ധം ഉണ്ടാകുന്നില്ലല്ലോ. സ്ത്രീക്കും പുരുഷനും ഇത് കെയർഫുള്ളായിരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ്. വീണ്ടും കാണാം കേട്ടോ. എനിക്ക് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് വോയിസിനൊരു ചെറിയ ഇതുണ്ട്, പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. സോറി ഫോർ ദാറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ ഫ്രണ്ട്സ്.